ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്കോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് വേണ്ടത്. എങ്കിലേ ഉള്ളൂ നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തിളച്ച വെള്ളമാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇതിങ്ങനെ കുഴച്ചെടുക്കുക. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമായിരുന്നു അല്ലെങ്കിൽ പത്തിരി ആയിരുന്നെങ്കിൽ അതിന് മാവ് മിച്ചം ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം ചിലപ്പോൾ ഒക്കെ എൻ്റെ വീട്ടിൽ അതിങ്ങനെ മിച്ചം വരുമ്പോഴത്തേക്കും ഞാനത് വെച്ച് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണിത്. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഓർത്ത് നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ചൂടുവെള്ളമല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. കുറച്ചൊന്ന് കുഴച്ച് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുഴയ്ക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ മാവ് സേവനാഴിയിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇങ്ങനെ ഇളക്കി ആ വെള്ളം നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഒരു ഡോ പോലെ ആവുമല്ലോ. അതെന്നിട്ട് ഞാനവിടെ വെക്കും. ഇച്ചിരി നേരം കഴിയുമ്പം ഈ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പം നന്നായിട്ട് കുഴച്ചെടുക്കും. നിങ്ങളങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അധികം കൈയൊന്നും പൊള്ളത്തൊന്നുമില്ല. ഇത് ഒത്തിരി ഡ്രൈ ഒന്നും ആയി പോയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ മാവ്. ഇതിപ്പോൾ കുറച്ചൊക്കെ ഞാൻ കുഴച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ രസമായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതാണ്ടല്ലേ, ഇങ്ങനെയൊരു മാവ് തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. എന്നാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തുമില്ല. അതിൽ നിന്ന് ഇച്ചിരി വീതം എടുത്തിട്ട് ആദ്യം കയ്യിലിട്ട് ഉരുട്ടി ഒരു ബോൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ഫിംഗർ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് അതിൽ ഒരു കുത്തു വെച്ച് കൊടുക്കുക. അപ്പം ഈ ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഷേപ്പ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉരുളകളായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണല്ലോ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി ഇത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതെല്ലാം ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെറുതെ നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകും 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പുമാണ്. ഇതിലേക്ക് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അതെല്ലാം ഒന്ന് കളർ മാറി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും പച്ചമുളകും എടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി എടുക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം. ഞാൻ പ്രത്യേകം പറഞ്ഞാലും ഞാൻ വളരെ കുറച്ച് അളവേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ താളിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ അളവുകൾ കൂട്ടുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചേർക്കാം. കാരണം ഞാൻ വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ടാണ് ലേശം ഉപ്പിട്ട് കൊടുത്തത്. ഇനി വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അധികം എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഷേപ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ സാമ്പാർ പൊടി എല്ലായിടത്തും ഒന്ന് പറ്റട്ടെ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അന്നേരം ഈ സാമ്പാർ പൊടിയുടെ ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് അതിലേക്ക് നന്നായിട്ടെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത്, അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. വളരെ എളുപ്പമുള്ള റെസിപ്പിയല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ബൈ.